നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങളുടെ താളുകളിൽ മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെ പോലും ധർമ്മബോധത്തിന്റെ ഉദാത്ത മാതൃകകളായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാമായണം എന്ന മഹാകാവ്യത്തിൽ തൻ്റെ ജീവനേക്കാൾ വലുതാണ് കടമ എന്ന് തെളിയിച്ച ഒരു മഹാനുണ്ട്. അദ്ദേഹം പക്ഷികളുടെ രാജാവാണ്, ധീരനായ ജടായു. സൂര്യദേവന്റെ തേരാളിയും അരുണന്റെ പുത്രനുമായ ജടായുവിന്റെ കഥ കേവലം ഒരു യുദ്ധത്തിൻ്റെയോ ത്യാഗത്തിൻ്റെയോ കഥയല്ല. അത് സ്നേഹം, സൗഹൃദം, നീതിബോധം എന്നിവയുടെയൊക്കെ ഉരകല്ലാണ്. തൻ്റെ പ്രായമോ എതിരാളിയുടെ ശക്തിയോ ഒന്നും ആ ധീരന് ഒരു തടസ്സമായിരുന്നില്ല. ആ പക്ഷിരാജന്റെ മഹത്തായ ജീവിതത്തെയും ലോകത്തിന് അദ്ദേഹം നൽകിയ അനശ്വരമായ സന്ദേശത്തെയും കുറിച്ച് നമുക്ക് അടുത്തറിയാം. ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യ ഹിയർ. എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം. ജടായുവിൻ്റെ വംശപരമ്പരയ്ക്ക് അമാനുഷികമായ ഒരു ശക്തിയുണ്ട്. ജടായുവിന് സമ്പാതി എന്ന പേരിൽ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചായിരുന്നു വളർന്നത്. കുട്ടിക്കാലത്ത് തൻ്റെ പറക്കാനുള്ള കഴിവ് അളക്കാനായി സമ്പാതി സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയർന്ന ഒരു കഥയുണ്ട്. ആ തീവ്രമായ ചൂടിൽ സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞ് താഴേക്ക് വീഴാറായപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജടായു തൻ്റെ ചിറകുകൾ വിടർത്തി സമ്പാദിയെ മറച്ചു പിടിച്ചു. ആ രക്ഷാപ്രവർത്തനത്തിൽ ജടായുവിൻ്റെ ചിറകുകൾക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ വഴിയില്ല. എന്നാൽ സമ്പാദിയുടെ ചിറകുകൾ പൂർണ്ണമായി കരിഞ്ഞ് അദ്ദേഹം ശക്തിയില്ലാത്തവനായി മാറി. ഇതൊരു സാധാരണ സഹോദര്യമല്ല. സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സഹോദരനെ രക്ഷിച്ച ജടായുവിൻ്റെ ആ ത്യാഗമാണ് പിന്നീട് ധർമ്മത്തിനു വേണ്ടി ജീവൻ ബലികൊടുക്കാനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിന് നൽകിയത്. ഈ സംഭവത്തിന് ശേഷം വേർപിരിഞ്ഞ അവർ കാലാന്തരത്തിൽ ദശരഥ മഹാരാജാവുമായി സൗഹൃദത്തിലായി. ദശരഥന്റെ പഴയ സുഹൃത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പുത്രന്മാരായ രാമനെയും ലക്ഷ്മണനെയും വനവാസകാലത്ത് കണ്ടുമുട്ടുമ്പോൾ സ്വന്തം മക്കളെ പോലെയാണ് ജടായു സ്നേഹിച്ചത്. ശ്രീരാമൻ പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ ആ ആശ്രമത്തിന് കാവൽക്കാരനായി ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ ജടായു അവിടെ ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ രാമനും ലക്ഷ്മണനും ഇല്ലാത്ത തക്കം നോക്കി ലങ്കാധിപതി രാവണൻ സീതാദേവിയെ അപഹരിക്കുന്ന ആ നിർഭാഗ്യകരമായ നിമിഷം, സീതാദേവിയുടെ തീവ്രമായ നിലവിളി കേട്ടാണ് ജടായു ഉറക്കമുണരുന്നത്. ആകാശത്തിലൂടെ പുഷ്പവിമാനത്തിൽ പറന്നു പോകുന്ന രാവണനെയും നിലവിളിക്കുന്ന സീതയെയും കണ്ടപ്പോൾ ആ വൃദ്ധനായ പക്ഷിരാജന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ധർമ്മത്തിന്റെ വിളക്ക് അവിടെ കെടാൻ പാടില്ലായിരുന്നു. താൻ തളർന്നു പോയ ഒരു വൃദ്ധനായ പക്ഷിയാണെന്ന ചിന്ത പോലും ജടായുവിനെ പിന്തിരിപ്പിച്ചില്ല. ഓ രാക്ഷസ രാജാവേ, നിന്റെ ദുഷ്ടതയ്ക്ക് ഞാൻ അറുതി വരുത്തും. ധീരനെങ്കിൽ നീ എന്നോട് പൊരുതുക എന്ന് ഗർജിച്ചുകൊണ്ട് അദ്ദേഹം രാവണനെ വെല്ലുവിളിച്ചു. തുടർന്ന് ആകാശത്ത് നടന്നത് ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ പറന്നിറങ്ങിയ ജടായു തൻ്റെ കൊക്കുകളും നഖങ്ങളും ഉപയോഗിച്ച് രാവണന്റെ പുഷ്പവിമാനം നശിപ്പിച്ചു. തേരിലെ പടക്കൊടികൾ തകർത്തു. കുതിരകൾ കൊല്ലപ്പെട്ടു. ആദ്യഘട്ടത്തിൽ രാവണൻ പരിഭ്രാന്തനായിപ്പോയി. തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളോ മായാവിദ്യകളോ വൃദ്ധനായ ഈ പക്ഷിക്ക് മുന്നിൽ ഫലിക്കുന്നില്ലെന്ന് രാവണന് മനസ്സിലായി. എന്നാൽ രാവണൻ പെട്ടെന്ന് തന്നെ ഉണർന്നു. തൻ്റെ ഏറ്റവും മൂർച്ചയേറിയതും ശക്തവുമായ വാളായ ചന്ദ്രഹാസം പുറത്തെടുത്തു. നിഷ്ഠൂരനായ രാവണൻ തൻ്റെ സകല ശക്തിയും എടുത്ത് ജടായുവിൻ്റെ ചിറകുകൾക്ക് നേരെ ആഞ്ഞു വീശി. ഒരു ചിറക് പിന്നാലെ അടുത്ത ചിറകും. രക്തത്തിൽ കുളിച്ചുകൊണ്ട് ആ ധീരനായ പക്ഷിരാജൻ ആകാശത്തു നിന്ന് മലയിടുക്കിലേക്ക് പതിച്ചു. തൻ്റെ കടമ പൂർത്തിയാക്കാനാകാത്തതിലുള്ള നിരാശയും സീതയെ രക്ഷിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖവും മാത്രമായിരുന്നു ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് കൂട്ട്. ഇതിനിടെ സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ആ സ്ഥലത്തെത്തി. രക്തത്തിൽ കുളിച്ച് അന്ത്യശ്വാസം വലിച്ചു കിടന്ന ജടായുവിനെ കണ്ടപ്പോൾ ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ പിതാവിൻ്റെ സുഹൃത്തിനെ ഈ അവസ്ഥയിൽ കണ്ട ശ്രീരാമൻ ഒരു പുത്രൻ എന്ന പോലെ അദ്ദേഹത്തെ താങ്ങിയെടുത്തു.
മരണം അടുത്ത ആ നിമിഷത്തിലും ജടായുവിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: രാമനെ വിവരമറിയിക്കുക. ആ അവസാന നിമിഷങ്ങളിൽ രാവണന്റെ രൂപം, അവൻ പോയ തെക്ക് ദിശ, സീതയുടെ ദുരവസ്ഥ, എല്ലാ വിവരങ്ങളും ജടായു ശ്രീരാമന്റെ കാതിൽ മൊഴിഞ്ഞു. തൻ്റെ കടമ പൂർത്തിയാക്കി തൻ്റെ ജീവന്റെ അവസാന ശ്വാസം അദ്ദേഹം ശ്രീരാമന്റെ മടിയിൽ കിടന്ന് വിട്ടൊഴിഞ്ഞു. വിഷാദഭരിതനായ ശ്രീരാമൻ സ്വന്തം കൈകളാൽ ആ പക്ഷിരാജന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി. മനുഷ്യർക്ക് മാത്രം ലഭിക്കുന്ന പുണ്യലോകങ്ങൾ ധർമ്മത്തിന് വേണ്ടി പോരാടിയ ഈ പക്ഷിക്ക് ലഭിക്കട്ടെ, ജടായുവിന് മോക്ഷം ലഭിക്കട്ടെ. ധർമ്മത്തിനായി പോരാടിയ ആ ധീരന് ശ്രീരാമൻ സ്വർഗം നൽകി. ആ നിമിഷം ജടായുവിൻ്റെ ആത്മാവ് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചമായി ആകാശത്തേക്ക് ഉയർന്നുപോയി. ജടായുവിൻ്റെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ശാരീരികമായ പരിമിതികളോ പ്രായമോ അല്ലെങ്കിൽ തൻ്റെ എതിരാളിയുടെ ശക്തിയോ ഒന്നും ധർമ്മം സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കരുത് എന്നതാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി പ്രതികരിക്കാനുള്ള ആർജവം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവൻ പോയാലും ആ ധർമ്മം അവസാന നിമിഷം വരെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. ധർമ്മത്തിന് വേണ്ടി ജീവൻ ബലികൊടുത്ത അരനുടെ പുത്രൻ ജടായുവിൻ്റെ വീരഗാഥ നമ്മുടെ മനസ്സിൽ എന്നും ഒരു പ്രചോദനമായി നിലനിൽക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.